നമസ്കാരം. ബി ജെ പിക്ക് അത്രമേൽ ആത്മവിശ്വാസമുള്ള 6 ലോക്സഭാ മണ്ഡലങ്ങൾ, തിരുവനന്തപുരം, തൃശൂർ, പാലക്കാട്, അങ്ങനെ 6 ലോക്സഭാ മണ്ഡലങ്ങൾ. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി കാണുന്ന ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നാമത് നിൽക്കുന്നത് തിരുവനന്തപുരം തന്നെയാണ്. പക്ഷേ തിരുവനന്തപുരത്ത് നിലവിൽ 3 തവണ മത്സരിച്ച് കഴിഞ്ഞ തവണ മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു നിൽക്കുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള വിശ്വപുരുഷൻ എന്നറിയപ്പെടുന്ന ശശി തരൂരാണ്. എന്നാൽ ഇത്തവണ ശശി തരൂരിനെ ഏതു വിധേനയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്ന തന്ത്രപരമായ നീക്കത്തിന് മാറ്റുകൂട്ടുകയാണ് ബി ജെ പി. അതുകൊണ്ട് തന്നെയാണ് മറ്റ് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെയും തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പറ്റിയിട്ട് ഒരു ചെറുരേഖയെങ്കിലും തന്ന ബി ജെ പി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ വിശ്വപൗരൻ ശശി തരൂരിനെ മലർത്തിയടിക്കുവാൻ വേണ്ടി കൊണ്ടുവരുന്ന സ്ഥാനാർത്ഥി ആരാണെന്ന് ഇതുവരെയും വെളിപ്പെടുത്താത്തത്. എന്നാൽ ഇത്തവണ തിരുവനന്തപുരത്ത് മത്സരിക്കുവാൻ പോകുന്നതാരാണ് എന്ന ചില അഭ്യൂഹങ്ങൾ, ചില വാർത്തകൾ ബി ജെ പി പാളയങ്ങളിൽ നിന്ന് ഇപ്പോൾ ഉയരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി, അതിൽ ഏറ്റവും കാര്യവുമായി പറയുന്ന പേര് ശശി തരൂർ എന്ന വിശ്വപൗരൻ വിയർക്കേണ്ട ഒരു പേര് തന്നെയാണ്. അതായത് ശശി തരൂരിന് ഒത്ത എതിരാളിയെ തന്നെയാണ് ബി ജെ പി കളത്തിലിറക്കുവാൻ പോകുന്നത് എന്ന വാർത്ത പുറത്തു വരുന്നു. ശശി തരൂര് ഈ ലോക്സഭാ മണ്ഡലത്തിൽ തോൽക്കുവാൻ സാധ്യതകൾ ഏറെയാണ് എന്ന ബി ജെ പി പാളയങ്ങൾ നെഞ്ചിൽ കൈവച്ച് ആത്മവിശ്വാസത്തോടു കൂടി പറയുന്ന സ്ഥാനാർത്ഥി കളിക്കളത്തിൽ ഇറങ്ങുവാൻ പോകുന്നു. 3 തവണ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിച്ച് ഇനിയൊരു തവണ കൂടി വിജയിക്കുകയാണെങ്കിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ തവണ ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ച വ്യക്തി എന്ന തരത്തിൽ അറിയപ്പെടുവാൻ പോകുന്ന ശശി തരൂരിനെ നിഷ്പ്രഭമാക്കുവാൻ എത്തുന്നത് മറ്റാരുമല്ല, തിരുവിതാംകൂറിന്റെ രാജകുമാരൻ, തിരുവനന്തപുരത്തിന്റെ സ്വന്തം ആദിത്യവർമ്മയാണ്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ രാജകുടുംബത്തോട് അതിയായ ആദരവും സ്നേഹവും നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അത് വോട്ടായി മാറും എന്ന തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ബി ജെ പി. ചെങ്കോലും കിരീടവും ചൂടിയ രാജകുടുംബത്തിന്റെ രാജഭരണത്തിൽ നിന്നും ജനാധിപത്യത്തിന്റെ പച്ചയായ മനുഷ്യന്റെ പ്രശ്നങ്ങളെ ജനാധിപത്യ ബോധ്യത്തോടു കൂടി നോക്കിക്കാണുവാൻ തങ്ങളുടെ തമ്പുരാൻ എത്തുന്നു എന്ന തികഞ്ഞ സന്തോഷത്തിൽ ആ സന്തോഷമെല്ലാം ബി ജെ പി കോട്ടായി മാറും എന്ന ശുഭവിശ്വാസമുണ്ട് ബി ജെ പി പാളയങ്ങളിൽ. അതുകൊണ്ട് തന്നെയാണ് അവർ ശശി തരൂരിനൊത്ത എതിരാളിയാണ് ആദിത്യവർമ്മ എന്ന ഉറച്ചു വിശ്വസിക്കുന്നതും. സ്വാഭാവികമായും ശശി തരൂരിന് ഒത്ത എതിരാളി തന്നെയാണ് ആദിത്യവർമ്മ എന്ന് പറയേണ്ടതായുണ്ട്. കാരണം ശശി തരൂരിന് അവിടെ മേൽക്കോയ്മ ഉണ്ടാക്കി കൊടുക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഒന്ന് സാമുദായികപരമായ, ജാതീയപരമായ, മതപരമായ വോട്ടുകളാണ്. അവയെല്ലാം ഇത്തവണ ആദിത്യവർമ്മയാണ് മത്സരിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും ആദിത്യവർമ്മയിലേക്ക് അടിയുവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ വന്നാൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന്റെ തരംഗത്തിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വന്ന ശശി തരൂര് ഇത്തവണ അടിമുടി വിയർക്കും എന്നു തന്നെ പറയേണ്ടതായുണ്ട്. കാരണം ശശി തരൂരിന് വോട്ട് ലഭിക്കുവാൻ സാധ്യതയുള്ള എല്ലാ ഘടകങ്ങളും അനുകൂലമായി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് എതിർപാളയത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന തിരുവനന്തപുരത്തിന്റെ പൊന്നുതമ്പുരാനായ ആദിത്യവർമ്മ എന്ന ബി ജെ പിയുടെ കരുത്തനായ സ്ഥാനാർത്ഥി. ആദ്യഘട്ടങ്ങളിൽ കേന്ദ്രത്തിൽ നിന്ന് നേതാക്കന്മാർ വരുന്നു, നിർമ്മല സീതാരാമൻ വരുന്നു എന്നതടക്കമുള്ള നിരവധി വാർത്തകൾ പടർന്നിരുന്നു. എങ്കിലും ഇപ്പോൾ അവരെക്കാളെല്ലാം ശക്തൻ, അവരെക്കാളെല്ലാം യോഗ്യൻ, തിരുവനന്തപുരത്തിന്റെ ഹൃദയമറിയാവുന്ന, തിരുവനന്തപുരത്തിന്റെ ഹൃദയ തുടിപ്പറിയാകുന്ന ബി ജെ പിയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയായി ബി ജെ പി മുൻപോട്ട് വയ്ക്കുന്നത് പൊന്നുതമ്പുരാനായ ആദിത്യവർമ്മയാണെന്ന വാർത്ത പുറത്തു വരുന്നു. അത് ശരിയായാൽ കോൺഗ്രസ് പാളയങ്ങൾ അടിമുടി വിറയ്ക്കുമെന്ന് തന്നെ പറയേണ്ടതായുണ്ട്. അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ബി ജെ പിക്ക് കൈകൊടുക്കുവാൻ ആദിത്യവർമ്മ തയ്യാറായാൽ തിരുവനന്തപുരത്ത് നടക്കുവാൻ പോകുന്നത് ത്രികോണ മത്സരമല്ല, അത് ഒറ്റയാൾ പോരാട്ടത്തിന്റെ പുറത്ത് ശശി തരൂരിന് അടിയറവ് പറയിക്കുവാനുള്ള തന്ത്രപരമായ നീക്കം തന്നെയായിരിക്കുമെന്ന് നിഷ്പ്രയാസം പറയുവാൻ സാധിക്കും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ 2009-ലും 2014-ലും 2021-ലും തുടർച്ചയായി വിജയിച്ചു വരുന്ന ശശി തരൂരിന് ഇത്തവണ ഒത്തെതിരാളി ആദിത്യവർമ്മ തന്നെ എന്ന് ഉറപ്പിക്കുവാൻ പോവുകയാണ് ബി ജെ പി. അതിന് അദ്ദേഹം ഒരു സമ്മതം മൂളിയാൽ ഇവിടെ മത്സരം നടക്കുവാൻ പോകുന്നത് തിരുവനന്തപുരത്തിന്റെ നാഥനായ പത്മനാഭദാസനായ ആദിത്യവർമ്മയും
വിശ്വപൗരനായ ശശി തരൂരും തമ്മിലായിരിക്കും. ആ പോരാട്ടത്തിന്റെ പരിണിതഫലം ഒരു പക്ഷേ 6 ലോക്സഭാ മണ്ഡലങ്ങൾ ആത്മവിശ്വാസത്തോടുകൂടി BJP മുൻപോട്ട് വെക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ 3 തവണയും വിജയിച്ച് കിരീടം ചൂടി നിൽക്കുന്ന ശശി തരൂരിനെ അടിയറവ് പറയിക്കുവാൻ വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായുള്ള ഒരു വിജയമാണെങ്കിൽ ഇത് ലോക്സഭാ മണ്ഡലത്തിലേക്ക് കേരളത്തിൽ നിന്ന് കടന്നുകൂടുവാൻ പോകുന്ന, കേരളത്തിൽ നിന്ന് വിജയിച്ചു പോകുവാൻ പോകുന്ന ശക്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ആദിത്യവർമ്മ എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് BJP. നരേന്ദ്രമോദി നിരവധി തവണ വന്നു പോയിട്ടുള്ള ഒരു ലോക്സഭാ മണ്ഡലം, BJPക്ക് അത്രമേൽ വേരുള്ള ഒരു ലോക്സഭാ മണ്ഡലം, അനുകൂലമായ സാഹചര്യങ്ങൾ തിങ്ങി നിൽക്കുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം, അത്രമേൽ രാജഭക്തിയുള്ള തിരുവനന്തപുരത്തെ സാധാരണക്കാരായ വോട്ടർമാർ ഇത്തവണ തങ്ങളുടെ പൊന്നു തമ്പുരാൻ വോട്ട് ചെയ്യുമോ, അല്ല കഴിഞ്ഞ 3 തവണ തങ്ങളെ പരിപാലിച്ചു പോന്നിരുന്ന കോൺഗ്രസിന്റെ നേതാവ് വിശ്വപൗരനായ ശശി തരൂർ നോട്ട് ചെയ്യുമോ എന്നത് കണ്ടറിയണം. ആദിത്യവർമ്മയാണ് മത്സരിക്കുന്നതെങ്കിൽ ആ മത്സരത്തിന് സാധ്യതകൾ ഏറെയാണ്. അങ്ങനെ വന്നാൽ തിരുവനന്തപുരത്ത് നടക്കുവാൻ പോകുന്നത് ഒരു ശക്തമായ പോരാട്ടം തന്നെയായിരിക്കും. വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥി ആദിത്യവർമ്മയാണോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ശശി തരൂരാണോ, ഇനി അതുമല്ല അട്ടിമറി വിജയത്തിലൂടെ കടന്നുകൂടുവാൻ CPM ശ്രമിക്കുമോ എന്നുള്ളതും കണ്ടറിയണം. പക്ഷെ സാധ്യതകൾ ഏറെ ഉള്ളത് BJPക്കും കോൺഗ്രസിനുമാണ്. ഈ സാഹചര്യത്തിൽ ആര് വിജയിക്കുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദിത്യവർമ്മ മത്സരിച്ചാൽ അത് ഒരു കോളിളക്കം സൃഷ്ടിക്കുവാൻ സാധിക്കുന്ന സ്ഥാനാർത്ഥിത്വമായി മാറുമോ എന്നുള്ളതും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.